ഹായ് ഡിയേഴ്സ്, SJ ആണ്. നിങ്ങൾ ഏത് ക്ലാസ്സിലുള്ള കുട്ടിയാണെങ്കിലും ഇംഗ്ലീഷ് എക്സാമിനേഷന് മാർക്ക് കുറയാൻ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ റൈറ്റിംഗ് സ്കില്ലിലുള്ള പോരായ്മകളാണ്. എല്ലാവരും നമ്മളോട് പറയാറുണ്ട് റൈറ്റിംഗ് സ്കിൽ ഒന്നുകൂടെ ഇമ്പ്രൂവ് ചെയ്യണമെന്ന്. പക്ഷെ ഇതെങ്ങനെ ഇമ്പ്രൂവ് ചെയ്യണമെന്ന് ആരും പറഞ്ഞു തരാറില്ല. ഇതാണ് നമ്മൾ ഈ ഒരു സീരീസിലൂടെ ഉദ്ദേശിക്കുന്നത്. ഹൗ ടു എലിവേറ്റ് യുവർ റൈറ്റിംഗ് സ്കിൽ ടു എ നെക്സ്റ്റ് ലെവൽ. നമ്മുടെ തോട്ട്സും ഐഡിയാസും ഒക്കെ മറ്റുള്ളവരിലേക്ക് കൺവേ ചെയ്യാൻ, എഫക്റ്റീവായിട്ട് കൺവേ ചെയ്യാൻ നമുക്കൊരു പ്രധാനപ്പെട്ട ടൂളാണ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്, എസ്പെഷ്യലി റൈറ്റിംഗ്. അപ്പോൾ ഈ ഒരു റൈറ്റിംഗ് സ്കില്ല് നമ്മൾ ഡെവലപ്പ് ചെയ്തെടുത്താലേ കൃത്യമായിട്ടും നമുക്ക് നമ്മുടെ ഐഡിയാസും തോട്ട്സൊക്കെ മറ്റുള്ളവരിലേക്ക് കൺവേ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഇതാണ് റൈറ്റിംഗ് സ്കിൽസിൻ്റെ ഒരു ഇമ്പോർട്ടൻ്റ്, നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്ന ഒരു സിമ്പിളായിട്ടുള്ള കാര്യമാണ് റൈറ്റിംഗ് സ്കിൽസ് എന്ന് പറയുന്നത്. സോ ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ദ ഫസ്റ്റ് പോയിന്റ് ഇസ് നോ വാട്ട് യു ആർ റൈറ്റിംഗ്. എന്താണ് നമ്മൾ എഴുതുന്നത് എന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. എന്ന് വെച്ചാൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട് ലെറ്റേഴ്സ് ആണെങ്കിലും എസ്സേ ആണെങ്കിലും ആർട്ടിക്കിൾസ് ആണെങ്കിലും ഡയറി ആണെങ്കിലും ഇങ്ങനെ ഒരുപാട് ഫോമാറ്റുകൾ നമുക്ക് എഴുതാനുണ്ട്. അപ്പോൾ ഇത് എന്താണ് എഴുതുന്നത് എന്നതിനെക്കുറിച്ച് നല്ലൊരു ബോധ്യം നമുക്കുണ്ടാവണം. അതിലുപയോഗിക്കേണ്ട ഫോർമൽ ലാംഗ്വേജ് ആണോ ഇൻഫോർമൽ ലാംഗ്വേജ് ആണോ, ഇതേക്കുറിച്ച് നമ്മൾ നന്നായിട്ട് മനസ്സിലാക്കണം. എന്ന് വെച്ചാൽ ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഓരോന്നിൻ്റെയും ഫോമാറ്റുകൾ എന്തൊക്കെയാണ്. ആർട്ടിക്കിൾ എങ്ങനെ എഴുതണം, റിപ്പോർട്ട് എങ്ങനെ എഴുതണം, ലെറ്റർ എങ്ങനെ എഴുതണം, ലെറ്ററിൽ തന്നെ പലതരത്തിലുള്ള ലെറ്റേഴ്സ് ഉണ്ട്, ഇതിലെല്ലാം നമ്മൾ എങ്ങനെയാണ് എഴുതേണ്ടത്, ഇതേക്കുറിച്ചുള്ളൊരു ഐഡിയ, ആ ഒരു ഫോമാറ്റ് നമ്മളെ കയ്യിൽ നന്നായിട്ടുണ്ടാവണം. ഇന്ന് നമ്മൾ പറയാൻ പോകുന്ന രണ്ടാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞാൽ, ദ നെക്സ്റ്റ് പോയിന്റ് ഇസ് മേക്ക് യുവർ റൈറ്റിംഗ്സ് എ സൊഫിസ്റ്റിക്കേറ്റഡ് വൺ. എന്ന് വെച്ചാൽ ചെറിയ ക്ലാസ് മുതലേ നമ്മൾ ഒരു സ്റ്റൈൽ ഇങ്ങനെ പിന്തുടർന്നുകൊണ്ട് വരികയാണ്. അതിൽ തന്നെയാണ് പല ആൾക്കാരും ഇന്നും എഴുതിക്കൊണ്ടിരിക്കുന്നത്. അതിൽ നിന്നൊരു ചെറിയ ഒരു വ്യത്യാസം നമ്മുടെ ഒരു റൈറ്റിങ്ങിൽ കൊണ്ടുവരണം. എന്ന് വെച്ചാൽ കുറച്ചുകൂടെ സൊഫിസ്റ്റിക്കേറ്റഡ് ആക്കണം നമ്മുടെ എഴുത്തുകളെ. അതെങ്ങനെയാണ് എഴുതാൻ പറ്റുക, അതെങ്ങനെയാണ് ആ ഒരു സൊഫിസ്റ്റിക്കേറ്റഡ് ആക്കിയിട്ട് അല്ലെങ്കിൽ ഒരു നെക്സ്റ്റ് ലെവലിലേക്ക് നമുക്ക് മാറാൻ പറ്റുക. നമ്മൾ ഓർഡിനറി ആയിട്ട് ഉപയോഗിക്കുന്ന ചില വാക്കുകളില്ലേ, അതിനെ ഒന്ന് അഡ്വാൻസ്ഡ് ലെവലിലേക്ക് മാറ്റിയാൽ തന്നെ നിങ്ങൾ എഴുതുന്ന അല്ലെങ്കിൽ നിങ്ങൾ സംസാരിക്കുന്ന ആ ഒരു കാര്യങ്ങളെ ഒരു നെക്സ്റ്റ് ലെവലിലേക്ക് നമുക്ക് കൊണ്ടുപോകാൻ സാധിക്കും. ഫോർ എക്സാമ്പിൾ, ഐ എം ഹാപ്പി എന്ന് പറയുന്നതിന് പകരം ഐ എം ഓവർ ദ മൂൺ എന്ന് നമുക്ക് പറയാം. അതുപോലെ ഐ എം സാഡ് എന്ന് പറയുന്നതിന് പകരം ഐ എം ഹാർട്ട് ബ്രോക്കൺ എന്ന് പറയാം. അങ്ങനെ ഒരുപാട് വേർഡ്സ്. ഫോർ എക്സാമ്പിൾ, ഇറ്റ് ഈസ് ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നതിന് പകരം ഇറ്റ് ഈസ് ക്രൂഷ്യൽ. ഇങ്ങനെ ചില വാക്കുകളൊക്കെ നമുക്ക് റീപ്ലേസ് ചെയ്തിട്ട് നമുക്ക് നമ്മുടെ ആ ഒരു എഴുത്തിനെ കുറച്ചുകൂടെ മനോഹരമാക്കാം, അല്ലെങ്കിൽ ഒരു ലേൺഡ് പേഴ്സൺ എഴുതുന്നത് പോലെ അല്ലെങ്കിൽ സംസാരിക്കുന്നത് പോലെ ആക്കാൻ പറ്റും. ഇവിടെ നിങ്ങളെ സഹായിക്കാനുള്ള മറ്റ് ചില കാര്യങ്ങളാണ് നമ്മൾ പഠിച്ചു വെച്ചിട്ടുള്ള ഇഡിയംസ്, അതുപോലെ ഫ്രേസൽ വേർബ്സ് ഒക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇതിനകത്തേക്ക് കൊണ്ടുവരാം. പുട്ട് ഓൺ എന്ന് പറയുന്നത് നമുക്കറിയാം ടു വിയർ ആണ് അല്ലേ, മീനിങ് നമുക്കറിയാം. പക്ഷെ നമ്മൾ ഒരിക്കലും എന്ത് ചെയ്യാറില്ല, ഇത് ഒരു ആൻസറിൽ യൂസ് ചെയ്യാറില്ല. ഇങ്ങനെ നമുക്കറിയാവുന്ന ആ ഒരു നോളജിനൊക്കെ നമ്മുടെ ആൻസേഴ്സിലേക്ക് മാക്സിമം കൊണ്ടുവരാനും നമ്മുടെ ലാംഗ്വേജിനെ ഒന്നുകൂടെ കളർഫുൾ ആക്കാനും ഒക്കെ ഒന്ന് ശ്രമിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ആൻസർ ഓട്ടോമാറ്റിക്കലി, നിങ്ങളുടെ റൈറ്റിംഗ് സ്കില്ല് ഓട്ടോമാറ്റിക്കലി ഒരു നെക്സ്റ്റ് ലെവലിലേക്ക് ഇംപ്രൂവ് ചെയ്യും. ഓക്കെ, കൂടുതൽ ടിപ്സുമായിട്ട് നമുക്ക് നെക്സ്റ്റ് എപ്പിസോഡിൽ കാണാം. താങ്ക് യു.